നമസ്കാരം, ഞാൻ ഗണപതി. അവിടെ പോയിരുന്ന് സ്ക്രിപ്റ്റ് കേട്ടപ്പോഴാണ് ഇതൊരു ഭയങ്കര എന്താ പറയണ്ടേ, വേറൊരു സർപ്രൈസ് ആയിരുന്നു അത്. എന്താ പറയണ്ടേ, ഭയങ്കര ഒരു ത്രൂ ഔട്ട് ഹ്യൂമർ ഉള്ള, അല്ലെങ്കിൽ ത്രൂ ഔട്ട് അങ്ങനെ ഫാമിലിക്ക് ഒരു പാക്ഡ് ആയ ഒരു മൂവി. അപ്പം കാസ്റ്റ് ഇപ്പം കണ്ടപ്പോൾ കാളിദാസ്, പിന്നെ വിഷ്ണു, ഷെബിൻ ആയാലും. അപ്പം നമ്മൾ പടം തുടങ്ങി, പിന്നെ അപർണ. പടം തുടങ്ങി ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് എൻ്റെ ക്യാമറ സതീഷ് കുറുപ്പേട്ടൻ ഞാൻ പടയോട്ടം ചെയ്ത് കഴിഞ്ഞ് ഉടനെയാണ് കുറച്ച് കഴിയുമ്പോൾ ഈ കോൾ വരുന്നത്. അപ്പോൾ അത് എന്താ പറയണ്ടേ, ഭയങ്കര ആദ്യത്തിന് 3 ദിവസം കഴിഞ്ഞ് നമ്മൾ ഭയങ്കര ജെല്ലായി. പിന്നെ സാറായാലും നമ്മൾക്ക് ആദ്യം പോകുമ്പോഴത്തേക്ക് ഞാൻ ലാലേട്ടൻ്റെയും രാജുവിൻ്റെ കൂടെയൊക്കെ വലിയ ഹിറ്റുകൾ കഴിഞ്ഞ് നമ്മളുടെ കൂടെ ആദ്യമേ കഴിഞ്ഞിട്ട് ഇപ്പോൾ വരികയായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മളോടുള്ള സമീപനം എങ്ങനെയായിരിക്കും, നമ്മുടെ ചെറുപ്പക്കാരിലുള്ളൊരു എന്തായിരിക്കും ആ ഒരു കെമിസ്ട്രി ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സാറ് ഭയങ്കര ഫ്രീ ആയിരുന്നു. നമ്മളൊരു സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു സ്ക്രിപ്റ്റ് റീഡിങ് സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഭയങ്കര എന്താ പറയണ്ടേ, സാർ ഭയങ്കര ഫ്രീ ആയിരുന്നു. ആ ഒരു ഫ്രീഡം നമുക്ക് നമ്മുടെ ക്യാരക്ടേഴ്സിനെ ഒരു പരിധിവരെ പല രീതിയിൽ കൊണ്ടുപോകാനും എക്സ്പ്ലോർ ചെയ്യാനും സാധ്യതകൾ ഉണ്ടാക്കാനും വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കെമിസ്ട്രി നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് വർക്കൗട്ടായി. നമ്മളെല്ലാവരും ഒരു 40 ദിവസം, ഒരു 40 days ഒരുമിച്ചൊരു ഹോസ്റ്റലിൽ കഴിയുന്ന പോലെ ഹോസ്റ്റൽ വാർഡനായിട്ട് സാറും ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഫ്രീഡം അയാൾ പുള്ളി തന്നുകൊണ്ട് സാറ് നമ്മളെ വിളിച്ച് ഓരോ സീനിന് തുടങ്ങുന്നതിന് മുമ്പേ നമുക്കൊന്നിരുന്ന് സംസാരിച്ചിട്ട് അങ്ങനെയുള്ളൊരു എന്താ കോൺവെർസേഷൻസ് ഉണ്ടായിരുന്നു. പല സീനുകൾക്ക് മുമ്പേ ഉള്ള ഹെൽത്തി കോൺവെർസേഷൻസും ഹെൽത്തി ഡിസ്കഷനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എന്താ പറയുക, നമുക്കും ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ പടത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻവോൾവിപ്പിക്കാനുള്ളൊരു, അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുക എന്നുള്ളൊരു സ്പേസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഇല്ല, ബേസിക്കലി എന്ന് പറഞ്ഞാൽ ഈ ചൈൽഡ് ആക്ടറിന് ഒരു ആർട്ടിസ്റ്റായിട്ട് ആൾക്കാർ അംഗീകരിക്കുന്ന ഒരു, നമ്മുടെ നാട്ടിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ കണ്ടുവരുന്നതാകുമ്പോൾ ആ ഒരു പീരീഡ് ഉണ്ട് ഭയങ്കരമായിട്ട് നമ്മൾ. പക്ഷെ അത് ഓവർകം ചെയ്യുക എന്നുള്ളതാണ് എന്താ പറയണ്ടത്, ഓവർകം ചെയ്യാൻ പറ്റുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അത് എനിക്ക് ദൈവം സഹായിച്ചുകൊണ്ടും അല്ലെങ്കിൽ ആൾക്കാരുടെ തന്നെ പെർഫോമൻസ് ഇഷ്ടമായതുകൊണ്ടും അങ്ങനത്തെ നല്ല ആൾക്കാർ അവസരം വിളിച്ച് തന്നതുകൊണ്ടും എനിക്കത് എന്താ പറയണ്ട, ഒരു ആർട്ടിസ്റ്റിന്. കാരണം കുറേ സ്ഥലത്ത് മാസ്റ്റർ ഗണപതിന്ന് കുറേ കൊല്ലം കഷ്ടപ്പെട്ടിട്ടാണ് മാസ്റ്റർ പോയത്. അങ്ങനെ അത് എന്താ പറയണ്ട, ഇപ്പോഴും കുഴപ്പമില്ലാത്ത പ്രൊജക്ട്സുകൾ ആൾക്കാർ വിളിച്ച് തരുന്നു. അതൊക്കെ ഒരു വലിയ കാര്യമാണ്. അപ്പം പിന്നെ ഓരോ പടം ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പം ആൾക്കാർ മാറും, ഇത് പാറ്റേൺ അങ്ങനെ എന്തെങ്കിലും അതൊക്കെ എല്ലാം ഒരു ലേണിംഗ് പ്രോസസ്സല്ല. ഓരോ പടം ഒരു ലേണിംഗ് പ്രോസസ്സാണോ, അത് നമ്മളെങ്ങനെ ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ നമ്മുടെ ഔട്ട് എങ്ങനെയെന്ന് അനുസരിച്ചിരിക്കും. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടൊരു ഓൺ പ്രൊജക്റ്റ്, അതായത് എൻ്റെ ബ്രദറുമായിട്ടുള്ളൊരു കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ഓൺ പ്രൊജക്റ്റ് ഇങ്ങനെ ഡിസ്കഷൻ നടക്കുകയാണ്. അപ്പം വെരി സൂൺ. ഫാദർ ടി വി ചന്ദ്രൻ സാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. ജയരാജ് സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, കോ ഡയറക്ടറായിരുന്നു. പി ടി കുഞ്ഞുമാത്, അങ്ങനെ പിന്നെ കുറേ മലബാർ മാനുവൽ ഡോക്യുമെൻ്ററീസൊക്കെ പുള്ളിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രദർ രാജീവ് എൻ്റെ കൂടെ AD ആയിരുന്നു, ക്യാമറ അസിസ്റ്റൻ്റ് ആയിരുന്നു. ജയരാജ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണ്ടായിരുന്നു, കെ മോഹൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണ്ടായിരുന്നു. അങ്ങനെ അല്ല, എല്ലാ ക്യാരക്ടറും ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. പിന്നെ എന്താ പറയണ്ടേ, ഈ അടുത്തായിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ എല്ലാം നല്ല റെസ്പോൺസ് കിട്ടി. പിന്നെ ഈ വള്ളിക്കുടലിൽ വെള്ളക്കാരൻ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് നല്ല റിവ്യൂസ് വന്നു. അതായത് കുറച്ച് മെച്യൂർഡായിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ പൊട്ടൻഷ്യലുണ്ട്. ഈവൻ മാതൃഭൂമി ഇനിയും വെല്ലുവിളിയുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ പ്രാപ്തനാണെന്നൊക്കെ എഴുതി. അപ്പം അങ്ങനൊരു അപ്രീസിയേഷൻ പല സ്ഥലത്തുനിന്നും പിന്നെ പല കോൾസും എൻ്റെ അടുത്തുണ്ടായിരുന്നു. പെർഫോമൻസ് വൈസിൽ അത് രസമുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഒരു കോൺഫിഡൻസ് ആണ്. അപ്പോൾ അങ്ങനെ ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഡിമാൻഡില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്യാരക്ടേഴ്സ് നമ്മൾ ചെയ്യാത്തത്, അല്ലെങ്കിൽ നമുക്ക് ഇനി എക്സ്പ്ലോർ ചെയ്യാൻ, അല്ലെങ്കിൽ ചെയ്യാത്ത പരിപാടികളെല്ലാം ചലഞ്ചിങ്ങോ അല്ലെങ്കിൽ ഡ്രീമോ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പം
ഇതുവരെ ചെയ്യാത്ത ക്യാരക്ടേഴ്സ് വരുമ്പോഴത്തേക്കും അതിനോട് താല്പര്യവും അത് ചെയ്യാനുള്ളൊരു എന്താ പറയണ്ട മനസ്സും ഉണ്ടാവും. അതിപ്പോൾ ലൈക്ക് ഇന്ന ക്യാരക്ടർ വേണമെന്ന് എനിക്കൊരു ഡിമാൻഡില്ല. ഇപ്പം അടുത്ത് ഞാൻ പറയുന്ന ഈ ഫ്യൂച്ചർ പ്രോജക്റ്റിൽ ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു കഥാപാത്രമാണ്. അപ്പം എക്സ്പ്ലോർ ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇതുവരെ മുമ്പ് ചെയ്ത് പഴക്കമില്ലാത്ത, അല്ലെങ്കിൽ ഈ കരിയറിൽ ഇതുവരെ ചെയ്യാത്ത ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചെയ്ത് കൊടുക്കും. അതിപ്പം നായകനെന്നോ വില്ലനെന്നോ അല്ലെങ്കിൽ കഥാപാത്രമോ അങ്ങനെയൊന്നുമില്ല.